നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് കാമദ ഏകാദശി. എല്ലാ ഏകാദശി വ്രതങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളുണ്ട്. ഏകാദശി വ്രത മഹാത്മ്യങ്ങളും ഐതിഹ്യങ്ങളും യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവ മനുഷ്യകുലത്തിന് ആകെ ഗുണകരമായി മാറി. ആഗ്രഹപൂർത്തീകരണത്തിനും ശാപമോക്ഷത്തിനുമായി ഉതകുന്ന ഏറ്റവും നല്ല ഒരു ഏകാദശി വ്രതമാണ് കാമദ ഏകാദശി വ്രതം. ഈശ്വരനിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാണ് ഭക്തിമാർഗം. നമുക്ക് അനുയോജ്യമായത് സ്വീകരിക്കുകയും അല്ലാത്തവ ത്യജിക്കുകയും ചെയ്ത് വേണം ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ. അങ്ങനെ അനുയോജ്യമായ ഏറ്റവും പ്രാമുഖ്യമേറിയ ഒന്നാണ് ഏകാദശി വ്രതം. കാമദ ഏകാദശിയുമായി ബന്ധപ്പെട്ട കഥ വസിഷ്ഠ മുനിയാണ് ആദ്യമായി പറഞ്ഞുകൊടുത്തത്. സൂര്യവംശത്തിലെ ദിലീപ് എന്ന രാജാവിനോട് വസിഷ്ഠ മുനിയാൽ പറഞ്ഞുകൊടുത്ത കഥയാണ് ഇതെന്നാണ് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറഞ്ഞുകൊടുത്തത്. കഥ ഇങ്ങനെയാണ്. രത്നപൂർ എന്ന രാജ്യത്ത് പുണ്ഡരീകൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. നല്ല ഒരു രാജാവായിരുന്നതുകൊണ്ട് രാജ്യം എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണമായിരുന്നു. അങ്ങനെ സന്തോഷം നിറഞ്ഞ ഒരു രാജ്യമായതിനാൽ ഗന്ധർവന്മാർ, കിന്നരന്മാർ, അപ്സരസുകൾ എന്നിങ്ങനെയുള്ളവരായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അവരുടെ കൂട്ടത്തിൽ ഗന്ധർവന്മാരുടെ ഇടയിൽ ലളിത് എന്നു പേരായ ഗന്ധർവനും ലളിത എന്നു പേരായ ഗന്ധർവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. അവർ പരസ്പരം വളരെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ജീവിതം നയിച്ചു പോന്നു. ഗന്ധർവനായ ലളിത് കൊട്ടാരത്തിലെ ഗായകനായിരുന്നു. ഒരു ദിവസം ലളിത എന്തോ അസൗകര്യം മൂലം കൊട്ടാരത്തിലേക്ക് വരാതിരിക്കുകയും ലളിത് ഒറ്റയ്ക്ക് കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അന്ന് ഗാനം ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളായ ലളിതയെക്കുറിച്ച് ആലോചിച്ച് ഗാനം പാടിയതിൽ അപശ്രുതി വരികയും ചെയ്തു. രാജാവിൻ്റെ വലിയ സഭയിൽ അപശ്രുതി വരുത്തി പാടിയത് ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ടിരുന്ന കാർക്കോടകൻ എന്ന നാഗം തിരിച്ചറിഞ്ഞ് പുണ്ഡരീകനെ അറിയിക്കുകയും ചെയ്തു. അതു കേട്ട രാജാവിന് കോപം സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇത്രയും വലിയ സദസ്സിൽ ശ്രദ്ധയില്ലാതെ പാടി അപശ്രുതി വരുത്തിയത് രാജാവിനെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കരുതി പുണ്ഡരീകൻ ഗന്ധർവനെ നീയൊരു രാക്ഷസനായി തീരട്ടെ എന്ന് ശപിക്കുന്നു. അങ്ങനെ രാക്ഷസനായി മാറിയ ലളിത് കാട്ടിലേക്ക് മടങ്ങി. ഇതിൽ വളരെ ദുഃഖിതയായി തീർന്ന ലളിത ഇതിന് ഒരു പരിഹാരം തേടി അലഞ്ഞ് ശൃംഗി മഹർഷിയുടെ അടുക്കലെത്തി. കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ ശൃംഗി മഹർഷി കാമദ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ആ ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് ലളിതയെ ഉപദേശിക്കുന്നു. അങ്ങനെ നിഷ്ഠയോടെ കാമദ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ലളിതയ്ക്ക് തൻ്റെ ഭർത്താവിനെ ശാപമോചിതനാക്കി പഴയ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ അവരൊരുമിച്ച് സുഖമായി ജീവിച്ചു. ഏകാദശി വ്രതകഥകൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് വളരെയേറെ പുണ്യമാണ്. മറ്റുള്ള ഏകാദശി വ്രതങ്ങൾ പോലെ തന്നെ അവരവരുടെ ആരോഗ്യമനുസരിച്ച് സമ്പൂർണ്ണ ഉപവാസമായോ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ ഉപവാസം എടുക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനം ശുദ്ധിയോടും വൃത്തിയോടും കൂടി നാമം ജപിക്കുക എന്നതാണ്. സർവം സമർപ്പിച്ചുള്ള നാമജപം. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ ഇതിലും വലിയ ഒരു കാര്യം വേറെയില്ല തന്നെ. ഈ വർഷത്തെ കാമദ ഏകാദശി 2026 മാർച്ച് 29 ഞായറാഴ്ചയാണ് വരുന്നത്. ഏകാദശി തിഥി മാർച്ച് 28 രാവിലെ 8:45 ആരംഭിച്ച് മാർച്ച് 29 രാവിലെ 7:46 അവസാനിക്കുന്നു. പാരണ വീടേണ്ടത് മാർച്ച് 30 രാവിലെ 6:21 മുതൽ 7:09 വരെയുള്ള സമയത്താണ്. ഹരിവാസരം വരുന്നത് മാർച്ച് 29 പുലരും മുൻപ് 2 മണി മുതൽ ഉച്ചയ്ക്ക് 1:37 വരെയുള്ള സമയത്താണ്. ഹരിവാസര സമയത്ത് അഖണ്ഡ നാമജപം വളരെയേറെ പുണ്യമാണ്. ഭക്ഷണവും ഉറക്കവും ഉപേക്ഷിച്ച് നാമജപം മാത്രം ചെയ്യുക. കാമദ ഏകാദശിക്ക് ശാപമോക്ഷത്തിനായി നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ചിലപ്പോൾ ചില പാപങ്ങൾ ചെയ്തു പോയേക്കാം. അതിന് മറ്റുള്ളവരുടെ ശാപവും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവും. നമുക്കറിയില്ല അതൊന്നും. മുജ്ജന്മങ്ങളിലോ ഈ ജന്മങ്ങളിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള ശാപങ്ങൾക്ക് മോക്ഷം ലഭിക്കാനായി ശ്രീമദ് നാരായണീയത്തിലെ 47-48 ദശകങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഈ 2 ദശകങ്ങളും പാരായണം ചെയ്ത് അടുത്ത ദിവസങ്ങളിലായി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. എല്ലാവർക്കും
ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.